ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കുടിച്ചോണ്ടിരുന്നാ മതിയാ. പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നൂടെ? അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളെ ചേട്ടനെ പറ്റി ഓരോന്ന് പറയുമ്പോ എന്റെ മേല് തൊലിരിഞ്ഞു പോവാ. ഞാൻ എന്നും കുടിക്കുന്ന ആളല്ലല്ലോ, പിന്നെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് എന്താ? അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ മാത്രമല്ല, അമ്പല കമ്മിറ്റിയിൽ ഞങ്ങള് എല്ലാവരും പറയണത് ചേട്ടന്റെ കാര്യം. ഞാൻ എന്റെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്നതിന് അവർക്കെന്താ? അവര് പറഞ്ഞതിലും കാര്യമില്ലേ? ചേട്ടൻ റിട്ടയർഡായി വന്നതിന് ശേഷം വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. ആള് പാവത്താന, പുറത്തേക്കൊന്നും ഇറങ്ങൂല, നനഞ്ഞ പൂച്ചയെ പോലെ ഇരിക്കണമെന്ന് അവരെല്ലാവരും പറയുന്നത്. ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എന്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോലെ. അവര് പറഞ്ഞതേ ചേട്ടനെ പോലെ റിട്ടയർഡായി വന്നതല്ലേ ആ വേണുവേട്ടൻ. അയാൾ ഈ നാട്ടിലെ എല്ലാ കാര്യത്തിനും ഓടി നടന്ന് പ്രവർത്തിക്കുക. അമ്പല കമ്മിറ്റിയിലുണ്ട്, റെസിഡൻസി കമ്മിറ്റിയിലുണ്ട്, ലൈബ്രറിയിലുണ്ട്, എല്ലാവർക്കും സഹായിക്കുക. ചേട്ടനെ അങ്ങനെ ഒന്നും ആയിക്കൂടെ? ഏത് വേണു എന്ത് വേണു? ഞാൻ 10-30 കൊല്ലം അന്യ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്ത് വന്നതല്ലേ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വേണുവേട്ടൻ ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അങ്ങനെ വേണം ആണുങ്ങള്, അല്ലാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കലല്ല. വർഷത്തിലെ ലീവിന് വന്നാൽ 10-20 ദിവസം നിങ്ങളുടെ കൂടെ കഴിയും, പിന്നെ പോകുമ്പോൾ ഇടനെഞ്ച് പൊട്ടിയാ ഞാൻ പോകുന്നത്. കുറച്ചധികം ദിവസം നിന്റെയും കുട്ടികളും കൂടെ താമസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, ഞാൻ ഒന്ന് കുറച്ച് നാൾ വിശ്രമിച്ചോട്ടെ. അതല്ല, നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും വേണുവേട്ടൻ എന്നെ വിളിക്കും. എല്ലാ പരിപാടിക്കും ഞാൻ വേണുവേട്ടൻ്റെ കൂടെ പോകും. അതുകൊണ്ട് നാട്ടിലെല്ലാവരും എന്നെ അറിയും. ചേട്ടനെ അതുപോലെ എല്ലാവരും അറിയപ്പെടണമെന്നാ എനിക്ക് ആഗ്രഹം, നമ്മുടെ വേണുവേട്ടനെ പോലെ തന്നെ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നാമത് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം സംസാരമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരോട് എങ്ങനെ പരിചയപ്പെടും, എങ്ങനെ സംസാരിക്കും? ഒന്നാമത് ഞാൻ കുടിച്ചിട്ടുണ്ട്. നീ ഒന്ന് പോയേ. ചേട്ടനൊന്നും ചെയ്യണ്ട, നമ്മുടെ പഠിക്ക പോയി നിൽക്കുക. അറിയുന്നവരും അറിയാത്തവരും ആയിക്കോട്ടെ, അവരോടൊന്ന് വിശേഷം ചോദിക്കുക. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുന്നത്. അപ്പൊ പിന്നെ ചേട്ടൻ എല്ലാവരോടും പിന്നെ സംസാരിക്കും. ചേട്ടന്റെ മടിയും മാറും. ഞാൻ ഈ പുസ്തകം ഒന്ന് വായിക്കാൻ തുടങ്ങിയായിരുന്നു. അതേത് പുസ്തകം? ഇത് സിനോജി ഇളവള്ളി എഴുതിയ ആമ എന്ന പുസ്തകം. നല്ലതാ, വായിച്ചോ? ഇപ്പൊ ചേട്ടൻ പോയി മുഖമൊക്കെ കഴുകി നമ്മുടെ പഠിക്ക പോയൊന്ന് നിൽക്ക്. ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് സംസാരിക്ക്. ഇങ്ങനെ അഴകുഴമ്പനാവല്ലേ, കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? വെള്ളം അടിച്ചിട്ട് ആൾക്കാരോട് എങ്ങനെയാ സംസാരിക്കുക? ആണുങ്ങളായ കുറച്ച് കുടിച്ചെന്നിരിക്കും. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇന്നിപ്പോ മഴയില്ല, ഇന്നിപ്പോ നല്ല വെട്ടമാണ്. മോളെ എവിടുത്തെയാ? കാരിശ്ശേരി ദാസന്റെ മോളാ. കുട്ടികളുടെ മോളെയാ? അതെ. ഭർത്താക്കന്മാർക്കൊക്കെ എന്താ ജോലി? ഭർത്താക്കന്മാരെന്ന് പറയാനത്ത് എനിക്കൊരു ഭർത്താവല്ലേ ഉള്ളൂ. സോറി. എന്ത് സോറി? വേണ്ടാതിനെ പറഞ്ഞിട്ട് എന്ത് സോറിയാ പറയണത്? സോറി, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇപ്പോഴത്തെ ഭർത്താവിന് എന്താ ജോലിന്നാ? ഇപ്പോഴായിട്ട് എനിക്കൊരു ഭർത്താവേ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയണത്? ഇച്ചിട്ട് പ്രായമായി, അല്ലെങ്കിൽ ഞാൻ മുഖത്തിട്ട് കോർക്ക് ചുപ്പിയാനെ. വേണ്ടായിരുന്നു. ഈ ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ? ഒരാള് വരുന്നുണ്ട്. എനിക്ക് വേലൊന്നുമില്ലയാ? ഇല്ല. ഊരിലൊരു തേങ്ങയില്ല. അതെ, നിങ്ങൾ മലയാളം പറഞ്ഞാൽ മതി, ഞാൻ മലയാളിയാ, മനസ്സിലായ? സോറി ബ്രദർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെ കണ്ടപ്പോ ഒരു തമിഴിനെ പോലെ തോന്നി. ഒറ്റ വെട്ട വെട്ടിയാലില്ലേ, തിന്നിട്ട് എല്ലിന്റെ കയറിയിട്ട് വഴി നിന്നിട്ട് പോണ ആൾക്കാരൊക്കെ കളിയാക്കാൻ നിൽക്ക. സോറി. ഊളക്കിളവൻ, വെറുതെ ആളെ ചിറ്റിക്കാനായിട്ട്. എന്റെ സർവീസിലിരുന്ന് ഇത്ര നാൾ ഞാനിത് ഇതുപോലെ ആവുകയൊന്നും കേട്ടിട്ടില്ല. ഐ ഹാവ് നോ ഐഡിയ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയൽക്കൂട്ടം വേണു. ഓക്കെ. ശരി. എന്തായി? ആൾക്കാരോട് സംസാരിച്ചോ? ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട. ആൾക്കാരെന്നെ നാറ്റിച്ചു, ഒരു കാര്യമില്ലാതെ. ആൾക്കാരോട് എന്ത് പറഞ്ഞാ? കൊളാക്കിയാ? നിങ്ങൾ നാളാ വേണുചേട്ടൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകും. വേണുചേട്ടൻ ആരെങ്കിലും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരും, അതാ നല്ലത്. നീ നിന്റെ വേണുചേട്ടനെ വിളിച്ചേ, വിളിക്കും. എന്തിനാ വേണുചേട്ടനെ വിളിക്കണേ? വേണുചേട്ടൻ ഇവിടെ 100 വട്ടം പണിയുണ്ട്, പിന്നെ വിളിക്കാം. ചേട്ടൻ എന്താ പ്രാന്തായോ? വേണുചേട്ടാ, ഒന്ന് വീട് വരെ വാ, പെട്ടെന്ന് വാ, ഇവിടെ വന്നിട്ട് പറയാം. ഇവർക്കെന്താ പ്രാന്തായ? നനഞ്ഞ പൂച്ചയാ, ഒന്നിനും കൊള്ളാത്തന്നെ.
എന്നെ തല്ലല്ലേ. എന്താ പവന, എന്താ ഉണ്ടായി ഇവിടെ? എന്താ പവന? എന്താ സുമതിയുടെ കരച്ചിൽ കേട്ടൂലോ? എന്താ ആരോഗ്യം ഉണ്ടാത്ത? കസാര നടത്തട്ടെ, ഇവിടെ അങ്ങോട്ട് എന്നെ തല്ലി കൊല്ലാറായി. ചേട്ടന് ഭ്രാന്താണെന്നാ തോന്നുന്നത്. എനിക്കിനി മരിച്ചാ മതി. ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ പവന അതൊക്കെ? ഇവൾക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, നനഞ്ഞ പൂച്ചയാണ്, വേണേറ്റ പോലെ ആവണമെന്നൊക്കെ ഇവള് പറയുന്നത്. ഇത് പറഞ്ഞ് ശല്യം ചെയ്യാന്നെ. ഞാൻ എന്താ ചെയ്യാ? ഈ നിസ്സാര കാര്യം ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനൊക്കെ ഈ പെണ്ണിനെങ്ങനെ ചവിട്ടി തീർക്കണം? എന്താ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ അമ്മ പറയേ അച്ഛനും കൊണ്ട് പോന്നിട്ടുണ്ട് ചേച്ചിയുടെ കരച്ചിൽ ഇവിടുന്ന് കേട്ടെന്നും പറഞ്ഞിട്ട്. എന്താ പ്രശ്നം? അത് കാര്യമൊന്നുമില്ലടാ, അത് അവര് തമ്മിലുള്ള ചെറിയ കശവിശ. പലരും എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്താ ചേച്ചിക്ക് എന്താ പറ്റി? പറ, ഡോക്ടറെ അടുത്ത് പോണോ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അച്ഛാ ചേച്ചിക്ക് ഡോക്ടറെ അടുത്ത് പോണോ? എന്തെങ്കിലും പ്രശ്നമെങ്കിൽ പോവാ. അച്ഛാ ഞാൻ പോക്കോട്ടെ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഞാൻ പിന്നെ വരാം. അതെ, ഈ അഭ്യാസം മൊത്തോടെ ഇവിടെ നിർത്തണം. രണ്ടാളും സന്തോഷമായിട്ട് ജീവിക്കണ ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കണം. നീ എണീറ്റിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അകത്ത് പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തുകൊണ്ടിരുന്ന് എനിക്ക് കുടിക്കാൻ. പവന, നീ നാലാളെ അറിയണ ആളാവണമെന്ന് കരുതിയിട്ട് അവളെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാ നീ അത് മനസ്സിലാക്കണ്ടേ? വേണ്ടായിരുന്നു. പെട്ടെന്ന് എന്റെ സമനില തെറ്റി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ ഒരു അഴക്ക് പോലും പറഞ്ഞിട്ടില്ല. നീ ഇവിടെ ഇല്ലായിരുന്നിട്ടും നീ അയക്കണ പൈസ കൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ വെടുപ്പാക്കി നോക്കി കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഈ വക സൗകര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിയില്ലേ? അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ അങ്ങോട്ട് വിട്ടാളാ. സുമതി എന്താ വരാൻ പറഞ്ഞേ? ഞാൻ കൃഷിഭവനിലായിരുന്നേ. പവന സുമതിയോടെ? പവനും സുമതിയായിട്ടൊരു ചെറിയ പിണക്കം. എന്തു പറ്റി? പതിവില്ലാതെ ഒരു പിണക്കം? വേണു, സുമതിക്ക് ഒരു ആഗ്രഹമുണ്ട്, പവനനെ വേണുവിനെ പോലെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറ്റണം. വേണു ആണെങ്കിൽ നാട്ടില് ക്ലബും അമ്പല കമ്മിറ്റിയും കൃഷിഭവനും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ, അതേമാതിരി ഒരാളായിട്ട് മാറ്റണം ഉണ്ട് ഒരാഗ്രഹം. പവനാണെങ്കിൽ 10-30 കൊല്ലം പുറത്ത് ജോലി ചെയ്തിട്ട് ഇപ്പൊ വന്നല്ലോ ഉള്ളൂ. അവന് വല്ല നേരണ്ട ഇവിടുത്തെ പറ്റി നാട്ടിൽ വല്ല കാര്യം അറിയോ? ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ വേണുവിനെ മാതൃകയാക്കണം. എന്റെ പൊന്നു സുമതി, ഞാൻ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. അപ്പോഴാണ് എന്നെ മാതൃകയാക്കാൻ നോക്കുന്നത്. ഭയങ്കര കഷ്ടം. അതൊന്നും പറഞ്ഞിട്ട് കാര്യം. അമ്പല കമ്മിറ്റിയിൽ ചേർന്നതിന് ശേഷം നേരത്തിന് ഭക്ഷണം വരെ കിട്ടുന്നില്ല. മനസമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ അമ്പലത്തിൽ വരുന്ന പെണ്ണുങ്ങളായിട്ട് കൊഞ്ചി കൊഴാന്ന് എന്റെ ഭാര്യ പറയുന്നു. ഞാനിതിന്ന് ഊരാൻ നോക്കുക. കേട്ടില്ലേ? എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കലയിക്കണ്ട, അതൊരു വിവരക്കേടാ. നിങ്ങൾ രണ്ടാളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഉള്ള സൗകര്യം വെച്ച് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുക. നിങ്ങളെ ആരെങ്കിലും കുറ്റം പറയണ്ടെങ്കിൽ അതാ പറയുന്നവന്റെ ഉള്ളു ശരിയല്ലാത്തോണ്ടാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് സുമതിയോട് പറയാനുള്ളത്, മൗനമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പൊള്ളുന്ന ഉള്ള് മനസ്സിലാക്കാൻ പാടാ. മനുഷ്യന്റെ ഉള്ളു വേദനിപ്പിക്കാൻ ഒരു നാവ് മതി. അന്യന്റെ പർവ്വതനിര കണ്ട് സ്വന്തം നിഴൽ അളക്കരുത്, ഓർത്താൽ നന്നു. പിന്നെയും കുപ്പിയെടുക്കുക. ഈ വീട്ടിലെ എല്ലാ നാശത്തിനും കാരണം ഇതാ. ഇതിന് ഇനി ഇവിടെ സ്ഥാനമില്ല. അതേതായാലും നന്നായി. തെറ്റായ ശീലങ്ങൾ ദോഷമാണെന്നുള്ള തിരിച്ചറിവ് വളരെ. നിങ്ങൾ അറിയില്ലേ, ഞങ്ങൾ കുഴമ്പെല്ലാം തട്ടി ഒന്ന് ചൂട് പിടിക്കില്ല രണ്ടുപേരും. എന്തായാലും ഇനി കുഴമ്പ് പറ്റേ ചൂട് പിടിക്കുക എന്താ ചെയ്തോളാം. ഞാൻ പോവാ. അവനും പാവാ.